ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൻ കറി ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്, ബ്രാലി കറി. അപ്പോൾ നമുക്ക് നാളികേരപ്പാൽ വെച്ചിട്ടുള്ളതാണ് വെക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതെ, ബ്രാലി കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ വേണ്ട, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നാളികേരപ്പാലിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഒരു നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. 3 കുടപ്പുളി നന്നായി വെള്ളത്തിലിട്ടിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 3 ചുവന്നുള്ളിയും 2 വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, താളിക്കാനായിട്ട് ആവശ്യമുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കറി വെക്കാനായിട്ട് നമ്മൾ ഒരു ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് മീനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകാണ്. കുടപ്പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി എപ്പോഴും കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണോളം സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പെരുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. പോരെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം കൂടിയിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ നന്നായി കൂട്ടി തിരുമ്പി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമുക്ക് ഈ മീനിൽ നന്നായി മിളകൊക്കെ പിടിക്കുള്ളൂ. അത് നിങ്ങൾ ഏത് മീൻ കറി വെക്കുകയായാലും ഇതുപോലെ വെക്കുകയാണെങ്കിൽ എപ്പോഴും കൂട്ടി തിരുമ്പി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കറി ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് അരമണിക്കൂറിന് വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ച് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. മീനൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് നാളികേരപ്പാലിന് വേണ്ടിയിട്ട് നാളികേരം എല്ലാതും ഒരു മിക്സിയിലാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മളിതിൽ 1-ാം പാലാണ് എടുക്കുന്നത്. അപ്പം അധികം വെള്ളം ചേർക്കണ്ട, പക്ഷെ കുറച്ച് ഒഴിച്ചാലാണ് നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റുക. അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് 1-ാം പാൽ എടുത്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള നാളികേരമൊക്കെ കൂടിയിട്ട് നമുക്ക് മീൻ കറിക്ക് ആവശ്യത്തിനുള്ള പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ. മീൻ കറിക്ക് ആവശ്യത്തിന് 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് ഒരുമിച്ച് നമ്മളിത് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറോളം കഴിഞ്ഞിട്ട് അപ്പം നമുക്കിത് മൂടിയൊക്കെ തുറന്നിട്ട് നന്നായി മീനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യും. നേരത്തെ നമ്മൾ കൈ കൊണ്ടാണ് ചെയ്തുകൊണ്ടാണ് ഇപ്പം പാൽ ഒഴിച്ചിട്ട് കയ്യിലോണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്കിത് നാളികേരപ്പാൽ കുറവാണ്. അപ്പം നമ്മൾ വീണ്ടും കുറച്ചും കൂടി നാളികേരം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമുണ്ട്. ഇനി നമുക്കൊരു സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ മൂടി വെച്ച് വേവിക്കാനായിട്ട്. അപ്പം നമ്മുടെ മീൻ കറി എന്തായി നോക്കാട്ടോ. തിളച്ചിട്ടുണ്ട്, ആവി വരുന്നുണ്ട, നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ പുളിയും ഉപ്പൊക്കെ ഉണ്ടോ നോക്കാട്ടോ. കൂട്ടാനിൽ പുളിയും ഉപ്പും ഉണ്ടാകുന്നു. പുളി ഉണ്ടായിരുന്നു, ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി തുറന്ന് വെച്ച് വേവിക്കാട്ടോ. അപ്പം നമ്മുടെ കൂട്ടാനൊക്കെ നല്ല പോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച 1-ാം പാൽ ഇട്ട് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കല്ല, ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തള വന്ന വെച്ചാൽ നമ്മളിത് കൂട്ടാനൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മൂടിക്കുന്നത് തുറന്ന് വയ്ക്കാം കേട്ടോ. ഇപ്പോഴതിൻ്റെ തള മാറിയിട്ടില്ലേ കണ്ട. അതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കാനായിട്ട് ഒരു പാത്രം തറപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ
ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചുവന്നുള്ളി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളി എല്ലാതും നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത ഉള്ളി നമുക്കിത് മീൻകറിയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് ഉള്ളിലേക്ക് നമ്മുടെ ബാക്കി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ചാറ് ഇതിൽ കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രാഡി കറി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിക്കുക. ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.